ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സ്നേഹയും സേതുമാധവനും കൂടി ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സച്ചിയും അർച്ചനയും കൂടി വരികയാണ്. ഇവർക്കെന്താ ഉറക്കവുമില്ലേ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, അച്ഛാ സന്ദീപിനെ കണ്ടിരുന്നോ? ഇല്ല, അവനെ ഞാൻ രാവിലെ കണ്ടതാ, എന്തോ അത്യാവശ്യത്തിന് പോവുകയാണെന്നാ പറഞ്ഞതെന്ന് സ്നേഹ പറയുമ്പോൾ സന്ദീപ് ഇതുവരെ തിരിച്ച് വീട്ടിലെത്തിയിട്ടില്ലെന്ന് അർച്ചനയും സച്ചിയും കൂടി അവരോട് പറയുകയാണ്. ഞങ്ങൾ വിളിച്ചു നോക്കുന്നുണ്ട്, പക്ഷേ ഫോണിൽ കിട്ടുന്നില്ലെന്നും അർച്ചന പറയുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് സേതുവും സ്നേഹയും. അതേസമയം ആരെങ്കിലും അനഘയെ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവന്തിക അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ അനഘയും കാണുന്നില്ലേ, ഇവിടെ സന്ദീപ് ഏട്ടനെയും കാണുന്നില്ലെന്ന് സ്നേഹ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, അപ്പോൾ ഒരു കാര്യം ഉറപ്പാ, അവർ രണ്ടുപേരും കൂടി ഒളിച്ചോടി പോയതാ. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, എൻ്റെ ഏട്ടത്തി കാര്യമൊന്നും അറിയാതെ ചുമ്മാ അങ്ങനെ പറയാതെ. കല്യാണം കഴിച്ചു കൊടുത്തില്ലെങ്കിൽ അവരുറപ്പായും ഇങ്ങനെ ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞിരുന്നതാണെന്ന് അവന്തിക പറയുമ്പോൾ ഇത് കേട്ട് എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വിവാഹം നടത്തി കൊടുക്കാമെന്ന്, അപ്പോൾ എല്ലാവർക്കും ഒരേ നിർബന്ധം, എന്നിട്ടിപ്പോൾ എന്തായി? എല്ലാവർക്കും സമാധാനമായില്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ സേതുമാധവൻ സച്ചിയോട് പറയുകയാണ്, സച്ചി നീ പോലീസിൽ വിളിച്ചു പറ. പോലീസിൽ വിളിച്ചു പറഞ്ഞിട്ടെന്തിനാ? എല്ലാവരുടെ മുമ്പിൽ നാണം കെടാനോ? കല്യാണം ഉറപ്പിച്ച ഒരു പയ്യനും പെണ്ണും അത് ആരും മറക്കണ്ട. എന്താണെങ്കിലും അനഘ എന്നെ വിളിക്കാതിരിക്കില്ല, അവൾ വിളിക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവന്തിക തന്റെ മുറിയിലേക്ക് പോകുന്നു. അതേസമയം അവന്തികയുടെ ഓരോരോ ഭാവങ്ങളായി നോക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് സന്ദീപിനെ കെട്ടിയിട്ട് തല്ലുന്ന അജയനെയാണ്. നീ എന്നെ എത്രയൊക്കെ തല്ലിയാലും ആതിര എന്റെ പെണ്ണാണെന്ന് സന്ദീപ് അജയനോട് പറയും. എടാ, നിനക്കൊരു വിചാരമുണ്ട്, നീയാണ് ഈ കഥയിലെ ഹീറോ എന്ന്. എന്നാലേ അങ്ങനെയൊന്നുമല്ല. സന്ദീപ് ആതിര എന്നൊരു പേരെ ഇനിയില്ല, ഇനിയുള്ളത് അജയൻ ആതിര ജോഡികളാ. അത്രയും പറഞ്ഞുകൊണ്ട് സന്ദീപിനെ തല്ലുകയാണ് അജയൻ. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. മീര എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ്. എല്ലാവരോടും എനിക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വന്നതിന് ശേഷം മീര പറയുകയാണ്, എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോണം ഞാൻ എന്താ പറയുന്നതെന്ന്. നെല്ലിശ്ശേരിയിലെ സന്ദീപും അനഘയും കൂടി ഒളിച്ചോടി പോയി. ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ മീരയെ നോക്കുകയാണ്. എന്താ ആർക്കും വിശ്വാസം വരുന്നില്ലേ? കയ്യിൽ ഫോണല്ലേ ഇരിക്കുന്നത്, ഒന്ന് വിളിച്ചു നോക്ക്. മീരെ, നീ കേട്ടതും പറയുന്നതുമൊക്കെ സത്യമാണോ എന്ന് കമല ചോദിക്കുമ്പോൾ മീര പറയുകയാണ്, അതെ, അവന്തികതേ ഇപ്പോൾ എന്നെ വിളിച്ച് കരഞ്ഞു പറഞ്ഞതേ ഉള്ളൂ, ആ പെണ്ണും ചെക്കനും കൂടി എങ്ങോട്ടോ മുങ്ങിയെന്ന്. ഷോ, എന്നാലും ആ പെണ്ണ് കൊള്ളാലോ, ഇനി എന്തെങ്കിലും കൂടോത്രമായിരിക്കുമോ എന്നൊക്കെ മീര പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ആതിര. ഇങ്ങനെ ഒരു സമയം എന്താണെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു, അതുകൊണ്ടാ ഞാൻ ഇവളെ പിടിച്ച് പിന്മാറ്റാനൊക്കെ ശ്രമിച്ചത്. കണ്ടില്ലേ, ഇപ്പോൾ അവൾക്കത് താങ്ങാനാകാത്തൊരു വാർത്തയായില്ലേ. തുടർന്ന് ആതിര പൊട്ടിക്കരയുമ്പോൾ ആതിരയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് കമല. നിന്നെ വേണ്ടാത്തവർക്ക് വേണ്ടി നീ എന്തിനാ മോളെ ഇങ്ങനെ കരയുന്നതെന്ന് കമല ചോദിക്കുന്നു. പറഞ്ഞാൽ മനസ്സിലാകാത്തവര് അനുഭവിച്ചാലേ പഠിക്കൂ. മറ്റൊരു വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പെണ്ണാ നീ. ആ സമയത്ത് അജയനോ വീട്ടുകാരോ നീ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞാലേ എന്താകും അവസ്ഥ? അങ്ങനൊരവസ്ഥയിലേക്ക് നീയായിട്ട് കാര്യങ്ങൾ കൊണ്ടെത്തിക്കരുതെന്ന് പറഞ്ഞ് അനൂപ് ദേഷ്യത്തോടെ തന്റെ മുറിയിലേക്ക് പോകുന്നു. ഇത് ഇപ്പൊ നടന്നത് നിന്റെ ഭാഗ്യത്തിനാ, വിവാഹശേഷമായിരുന്നു ഇങ്ങനെ സംഭവിച്ചതെങ്കിലോ. അതുകൊണ്ടേ നിന്ന് മോങ്ങാതെ ഇനിയെങ്കിലും അജയനെ കുറിച്ച് ആലോചിക്കാൻ നോക്ക്. ഇനിയും ഈ കാര്യം വിചാരിച്ചോണ്ടിരിക്കാനാണെങ്കിലേ നീ ജീവിതകാലം മുഴുവൻ ഈ വീട്ടിൽ നിന്ന് പോകത്തേയുള്ളെന്ന് പറഞ്ഞ് മീര മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അനൂപിനെയും മീരയുമാണ്. വിഷമത്തോടെ ഇരിക്കുന്ന അനൂപിനെ കണ്ടിട്ട് മീര ചോദിക്കുകയാണ്, എന്താ അനൂപേട്ടൻ എന്താ ഉറങ്ങുന്നില്ലേ? സന്ദീപിന്റെ കാര്യം ആലോചിക്കുകയായിരുന്നു. ഈ വീട്ടിലെ ഞാനൊഴികെ ബാക്കി എല്ലാവർക്കും സന്ദീപും ആതിരയും ഒന്നിക്കുന്നതായിരുന്നു ഇഷ്ടം. പക്ഷേ എന്നെ പേടിച്ച ആരും ഒന്നും പറയാതിരുന്നത്. പെട്ടെന്ന് അവരിങ്ങനെ ചെയ്തെന്നറിഞ്ഞപ്പോൾ എനിക്കും എന്തോ ഒരു വിഷമം പോലെ. സന്ദീപ് എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കി ആതിരയെ പെണ്ണ് കാണാനായി വരുമെന്നൊക്കെ കരുതിയാ ഞാനിരുന്നത്. പക്ഷേ അനൂപേട്ട, ഞാനും അങ്ങനെയൊക്കെയാ കരുതിയത്. പക്ഷേ ഇനി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലല്ലോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ നുള്ളിപ്പെറുക്കിയിട്ടാണെങ്കിലും അജയൻ്റെയും ആതിരയുടെയും വിവാഹം നടത്തി കൊടുക്കണം. അവള് സന്തോഷമായി ജീവിക്കട്ടെ. അങ്ങനെ അവളുടെ വിവാഹം കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ ജീവിതം ഒന്ന് ജീവിച്ചു തുടങ്ങാൻ. ഇത് കേൾക്കുന്ന അനൂപ് മീരയെ ചേർത്ത് പിടിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആതിരയാണ്. ആതിര അർച്ചനയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ചേച്ചി ഞാൻ കേട്ടതെല്ലാം ശരിയാണോ? എൻ്റെ മോളെ, നീ കേട്ടത് മുഴുവനൊന്നും ശരിയല്ല. സന്ദീപിനെ കാണുന്നില്ല, അതേപോലെ അനഘയെ ആ അവന്തിക മാറ്റി നിർത്തിയതാണെന്ന് എനിക്കുറപ്പാ. അന്നത്തേതുപോലെ സന്ദീപിനെയും അവരെവിടെയോ തന്നെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ചേച്ചി, എൻ്റെ സന്ദീപിനെ അവരെന്തെങ്കിലും ചെയ്യുമോ എന്ന് ആതിര ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, എന്താണെങ്കിലും അവര് അങ്ങനെയൊന്നും ചെയ്യില്ല. നീ എന്താണെങ്കിലും ധൈര്യമായിരിക്ക്, നമുക്ക് സന്ദീപിനെ ഉടൻ തന്നെ കണ്ടെത്താം. എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അർച്ചന കോള് കട്ട് ചെയ്യുമ്പോൾ ആരാ വിളിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് വരുന്നു. അത് പിന്നെ ആതിരയെ വിളിച്ചത്. സന്ദീപിന്റെ കാര്യം ഓർത്തിട്ട് അവൾക്ക് ടെൻഷനാ. ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ്, എന്നാലും ആരായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? സച്ചിയേട്ടന് കാര്യങ്ങളൊക്കെ ഇത്രയുമായിട്ടും എന്താ ഒന്നും മനസ്സിലാകുന്നില്ലേ? അനഘയെ മാറ്റി നിർത്തിയിരിക്കുന്നത് അവന്തികേട്ടത്തി തന്നെയാ.
അതെ സച്ചേട്ടാ, ഞാൻ പറയുന്നത് സത്യം തന്നെയാ. അനഘയെ മാറ്റി നിർത്തി സന്ദീപിനെ അവരെവിടെയോ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ടാ പറയുന്നത് അവര് ഒളിച്ചോടിയെന്ന്. അങ്ങനെ അച്ഛനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവന്തികേട്ടത്തി. അങ്ങനെ അച്ഛൻ വിശ്വസിച്ചാൽ അവർ രണ്ടുപേരും തിരിച്ചു വരുന്ന ദിവസം അവരുടെ വിവാഹമായിരിക്കും. ഏയ്, ഏട്ടത്തി അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് സച്ചി പറയുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അർച്ചന. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.